സോ ഇത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അനുഭവം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. സ്കിന്ന് നന്നായിട്ട് വൈറ്റനിങ് ആവുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും സ്കിന്ന് വൈറ്റനിങ് ആവത്തില്ല. ഗൈസ്, നിങ്ങൾ എത്ര പേര് ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 8ന്റെ പണി തന്നെ കിട്ടും കേട്ടോ. അത് ഉറപ്പാണ്, ഒരു മാറ്റവും ഇല്ല. സ്കിൻ ഷീൽഡ് എന്ന് പറയുന്ന ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പണി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പണി വരുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് സ്കിൻ ഷീൽഡ് യൂസ് ചെയ്തിട്ട് ആ ചേച്ചിയുടെ മുഖം തന്നെ മാറിപ്പോയ ഒരു അവസ്ഥയാണ്. ആ ചേച്ചിയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബിഫോർ ആഫ്റ്റർ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. സോ മാത്രമല്ല അവർ ഇതിനെ കുറിച്ചിട്ട ഒരു വീഡിയോയുടെ ഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാണല്ലോ എന്താ സംഭവിച്ചത്. ഇത് കണ്ടിന്യൂ ആയിട്ട് ചേച്ചി യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു, ഫേസ് കയറി നന്നായിട്ട് തടിച്ച് വീർത്തു, ഷേപ്പ് ആകെ മൊത്തം മാറി, ചുണ്ടിന്റെ എവിടെയൊക്കെ നന്നായിട്ട് വീർത്ത്, എന്തോ ഒരു വയസ്സായ ആൾക്കാരെ പോലെ ആയി. സ്കിന്ന് നന്നായിട്ട് വലിഞ്ഞു കേട്ടോ, അത് നന്നായിട്ട് വലിഞ്ഞു. അത് മാത്രമല്ല സ്കിന്നിന്റെ രൂപം തന്നെ ആകെപ്പാട് മാറിപ്പോയി. നമ്മുടെ ഐസിനെ വിക്രം സാറിനെ അറിയോ? അതായത് സാറ് അതിന്റെ അവസാന ഘട്ടത്തില് ഒരു അവസ്ഥയിലായിത്തിട്ട് ആ ഒരു അവസ്ഥ മാറി കേട്ടോ. ആ ചേച്ചിക്ക് അത്രയ്ക്ക് മോശം ഫേസ് ആയിട്ട് മാറി. ഈ ഒരു ക്രീം കൊണ്ട്, ഈ ഒറ്റ ഒരു ക്രീം കൊണ്ട്, സ്കിൻ ഷീൽഡ് എന്ന് പറഞ്ഞ ഈ ഒരു ക്രീം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവിച്ചത്. സോ അതുകൊണ്ട് തന്നെ ആ ചേച്ചി നമുക്ക് സംഭവിച്ചതുപോലെ ആർക്കും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, അത് വൈറലായിട്ടുണ്ട്. അത് മാത്രമല്ല ഇവർ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് പേര് വിളിച്ച് ആ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഈ ഒരു ക്രീമിന്റെ പേരിൽ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം എന്തുകൊണ്ട് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങളൊരു ഡോക്ടറിനെ കാണാം, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം ഡോക്ടറിനോട് പറയാം. ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന എന്താണ് അതുപോലെ നിങ്ങൾ ചെയ്യാം. സോ ഇത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അനുഭവം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. സ്കിന്ന് നന്നായിട്ട് വൈറ്റനിങ് ആവുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും സ്കിന്ന് വൈറ്റനിങ് ആവത്തില്ല. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നേ അത്രയും എനിക്ക് പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് നിർത്തിയിട്ട് നിങ്ങൾ ഡോക്ടറിനെ കാണാം, ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. ായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത്രയും ക്രീമുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന സമയം നമുക്കൊന്നും തോന്നത്തില്ല കേട്ടോ. യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു എന്താ പറയുക സൈഡ് എഫക്ട് നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ അറിയും. നമ്മൾ യൂസ് ചെയ്യാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നല്ലേ. സോ അതിലൊരു ക്രീം ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ എന്റെ കയ്യിൽ ഹെൽത്ത് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ക്രീമുണ്ടോ. സോ ഈ ഒരു ക്രീം ഇന്നതല്ല, ഇത് എന്റെ വീട്ടിലൊരാൾ യൂസ് ചെയ്യുന്നതാണ്. സോ യൂസ് ചെയ്ത് അവസാനം എന്താണെന്ന് വെച്ചാൽ ക്രീം ഒരാഴ്ച യൂസ് ചെയ്തത്. ഈ ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ സ്കിന്ന് നന്നായിട്ട്, ഞാൻ പറഞ്ഞില്ല എല്ലാ ക്രീമിലും സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുണ്ട്, എല്ലാ ക്രീമിലും ഒന്ന് തന്നെയാണ്, പേര് മാത്രമാണ് വ്യത്യാസം. യൂസ് ചെയ്ത് ഒരാഴ്ചയായപ്പോൾ സ്കിന്ന് നന്നായിട്ട് റെഡിഷ് ആവാൻ തുടങ്ങി. അതോടെ നിർത്തി കേട്ടോ. ഇതിപ്പോ ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ചത് കഴിഞ്ഞ മാസമാണ്. പക്ഷേ കണ്ടില്ലേ ഇതിന്റെ അവസ്ഥ ഉണ്ട്. ഇത് വൈറ്റ് ആയിട്ടുള്ള ക്രീമാണ്. ഇപ്പൊ ഈ ഒരു കളറായിട്ട് മാറി, നന്നായിട്ട് വേറൊരു കളറായിട്ട് മാറും, എന്തോ ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മുടെ മുഖത്തിട്ട് എന്ത് സംഭവിക്കല്ലേ. ഇതൊക്കെ ഇട്ട് നമ്മുടെ മുഖം പൊള്ളിപ്പോവും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇട്ട മുഖം പൊള്ളിപ്പോവും, അതാണ് സത്യം. സോ അതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ക്രീം നിങ്ങൾക്ക് കാണിക്കാൻ കാരണം തന്നെ. അപ്പൊ ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ഇപ്പൊ സ്കിൻ ഷെയ്ഡ് യൂസ് ചെയ്ത് എന്താവും നിങ്ങൾക്ക് ഏകദേശം രൂപം മനസ്സിലാക്കണം. സോ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ, നിങ്ങൾ ഇതിന് യൂസ് ചെയ്യരുത്. ഇത് വെളുക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഡോക്ടറിനെ പോയി കാണുക. ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഏത് ക്രീമായാലും അത് മാത്രം ഇൻസ്റ്റന്റ് ആയും എന്താണ് ഡോക്ടർ പറയുന്നത് അത് നിങ്ങൾ അംഗീകരിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു ക്രീം നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചിടരുത്. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.